മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം. നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ ഇത് സ്ഥലം ഇവിടെ മങ്ങമ്പോ പുളിങ്കുന്ന് കണ്ണാടിക്ക് പുറമല്ലേ ഏതാ മാലൂര് എന്ന സ്ഥലത്തുള്ള അച്ഛന്റെ പേര് തോമസ് സ്മിത ദമ്പതികളുടെ മകൾ അലീനയുടെ അടുത്താണ് നിൽക്കുന്നത്. നമസ്കാരം. എത്രല്ല പഠിക്കുന്നത്? പ്ലസ് ടു. ഇതാരാ കൂട്ടുകാരി? പേരെന്തോ? പൃഥ്വി. പൂമ്പാറ്റെന്ന് വിളിക്കുമല്ലേ കൂട്ടുകാരൊക്കെ അല്ലേ? അപ്പം അലീന എത്രല്ല പഠിക്കുന്നത്? പ്ലസ് ടു. രണ്ടും ഒരേ ക്ലാസ്സിലാണല്ലേ? അപ്പൊ നമ്മള് വേറെന്തുണ്ട് വിശേഷമൊക്കെ ഒന്നുണ്ട്? ഇവിടെ മഴ വെള്ളമൊക്കെ കയറും അല്ലേ? അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ വന്നു എന്നോട് പറഞ്ഞത് നമ്മുടെ അഭിജിത്ത് അറിയോ? പിന്നെ എവിടെ എന്നെ ഇവിടെ കളറോടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് മാത്രമല്ല അന്നൊരു ഭജൻസിന് വന്നപ്പോ മോളെ കാണാനും പറ്റി അല്ലേ? അപ്പൊ മോള് ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന. പാടുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. അച്ഛനത്തെ ജോലി എന്തുവാ? അഭിപ്പണി. അമ്മയ്ക്കോ? ആട് വളർത്തലും ആണല്ലേ? വീട്ടിലെ കാര്യങ്ങളാണ്. ഞാൻ ഒന്നിനും പോകുന്ന വീട്ടിലൊരു ജോലിയും ചെയ്യത്തില്ല വെച്ചാ വെറുതെ പറഞ്ഞു കേട്ടോ. അപ്പം മോടെ വീട്ടിലാരൊക്കെ ഉണ്ട്? മോള് പാടുവോ? ഇല്ല, പാടുപെടുവല്ലേ? അപ്പൊ നമുക്ക് അലീനയുടെ ഒരു പാട്ട് കേൾക്കാം. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം. നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. മിഥില മിഴിപൂവാടിയിൽ മധു തേടിയ ശലഭം, മിഴിമാൻ മിഴിയിതളിൽ കരിമഷിയാലൊരു പ്രണയം. മിഥില മിഴിപൂവാടിയിൽ മധു തേടിയ ശലഭം, മിഴിമാൻ മിഴിയിതളിൽ കരിമഷിയാലൊരു പ്രണയം. കിന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിന് മിന്നാരം ചൂടിയ കല്യാണം. കുപ്പിവെള്ള ഗിലി കാണിക്കാൻ നിൽക്കാതെ നറുചെമ്പകപ്പൂമാലരെ. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം. നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. 33 ദേവകൾക്കെന്നും മുത്തപ്പനെന്നും ഒരീശ്വരനല്ലേ? ഏഴരിൽ തോഴരായി വന്നുദിച്ചില്ലേ? പാലാഴിനാഥന്റെ അംശമൊന്നല്ലേ? പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവടിയല്ലേ? സങ്കടങ്ങൾ ചൊല്ലിടാൻ തമ്പുരാനേ ഓ ദയ്യാരന്താരാ. പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവടിയല്ലേ? സങ്കടങ്ങൾ ചൊല്ലിടാൻ തമ്പുരാനേ ഓ തെയ്യാരന്താര. അഗതി രക്ഷകം മുത്തപ്പനല്ലേ? അഭയനായകം മുത്തപ്പനല്ലേ? അമരേശ്വരം മുത്തപ്പനല്ലേ? അഖിലാണ്ടവം മുത്തപ്പനല്ലേ? വണ്ണാത്തി പുള്ളുകളെ പാടൂ, സുപ്രഭാതം പാടൂ, ആ മംഗളനാശകനെ ഉണർത്താനോ തെയ്യാരന്താര. പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവടിയല്ലേ? സങ്കടങ്ങൾ ചൊല്ലിടാൻ തമ്പുരാനേ ഓ ദയ്യാരന്താര. മണ്ണിക്കട്ടിലുമേ നല്ല പഞ്ഞാണിത്തേർമെത്തേമേ, അഞ്ജന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. അഞ്ജന മണ്ണിക്കട്ടിലുമേ നല്ല പഞ്ഞാണിത്തേർമെത്തേമേ, അഞ്ജന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. കുന്നത്ത് കൊന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ, കുഴൽ മൂടി മങ്ക തന്റെ മുഖമഴകാണേ. അഞ്ജന മണ്ണിക്കട്ടിലുമേ നല്ല പഞ്ഞാണിത്തേർമെത്തേമേ, അഞ്ജന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തലം ബ്രഹ്മാവേ, കിഴക്കും കൊല്ല ചെങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ. അഞ്ജന മണ്ണിക്കട്ടിലുമേ നല്ല പഞ്ഞാണിത്തേർമെത്തേമേ, അഞ്ജന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. മരതക്കാ നിക്കാറുമേർ നല്ല തിരുമേനിയാം ബ്രഹ്മാവേ, കിഴക്കും കൊല്ല ചെങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ. അഞ്ജന മണ്ണിക്കട്ടിലുമേ നല്ല പഞ്ഞാണിത്തേർമെത്തേമേ, അഞ്ജന
അഞ്ജനപ്പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. അപ്പം അലീന വളരെ മനോഹരമായി പാടി. 2-3 പാട്ടാണെങ്കിലും അത് മിക്സ് ചെയ്ത് നന്നായിട്ട് പാടി. ഒരുപാട് നല്ല ഭാവി ഉണ്ടാകട്ടെ. അപ്പം ഇനി അടുത്ത വർഷം ഡിഗ്രിക്ക് പോകണം അല്ലേ? എന്തോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന? പൊളിറ്റിക്സ്, BA പൊളിറ്റിക്സ്. അപ്പം വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും ഒരുപാട് ഉയർച്ചകളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ പ്രിയ പ്രേക്ഷകരെ അലീനയുടെ പാട്ട് കേൾക്കണം. എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കുഞ്ഞിനെയും സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. എന്തോ പറയണ്ട, അങ്ങ് എന്താ പൊലിപ്പിച്ചേക്കുക അല്ലേ? ഓക്കെ, ഇതിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഒന്നും പറയാനില്ല. പാട്ട് ഇഷ്ടപ്പെട്ട പ്രോത്സാഹനം ഒന്നും പറയാനില്ല, കുഞ്ഞിനൊന്നും പറയാനില്ല. അപ്പം നിങ്ങളങ്ങ് ഒന്നും നോക്കണ്ട, കുഞ്ഞിന്റെ പാട്ട് കേൾക്കുക, അങ്ങ് മിന്നി ചേക്കുക. ഓക്കെ മോനെ.